ഹായ് ഫ്രണ്ട്സ്, ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിൻ്റെ കറണ്ട് അഫെയർ ഷോർട്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചെസ് ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികൾ കൊണ്ട് എഴുതാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2025. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത്. 19-കാരിയായ ദിവ്യ ദേശ്മുഖാണ് ഈ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഈ വർഷത്തെ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ജോർജിയയിലെ ബാത്തുമിയാണ്. ഫൈനലിൽ മുഖാമുഖം എത്തിയത് ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ കൊനേരു ഹംപിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖും. കൊനേരു ഹംപിയെ ട്രൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ദിവ്യ ദേശ്മുഖ് ലോക ചെസ് ചാമ്പ്യനായി മാറുന്നത്. ഈ നേട്ടത്തോടുകൂടി ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് ദിവ്യ ദേശ്മുഖ് മാറി. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയും. 19-കാരിയായ ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിനിയാണ്. ഇനി നമുക്ക് പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നോക്കാം. 18ാം വയസ്സിൽ കിരീടം നേടുന്ന ലോകത്തെ ആദ്യ കളിക്കാരനായിട്ട് ഇന്ത്യയുടെ ഡി ഗുഗേഷ് മാറി. ഡി ഗുഗേഷ് അല്ലെങ്കിൽ ദൊമ്മരാജു ഗുഗേഷ് തമിഴ്നാട് സ്വദേശിയാണ്. ഇന്ത്യയുടെ 18ാമത് ഗ്രാൻഡ് മാസ്റ്ററാണ്. അങ്ങനെ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായിട്ട് 18-കാരനായ ഡി ഗുഗേഷ് മാറി. ഈ വർഷത്തെ മത്സരം നടന്നത് സിംഗപ്പൂർ വെച്ചിട്ടാണ്. നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലെറിനെ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ ക്ലാസിക് ഫോർമാറ്റിലെ 14ാം റൗണ്ടിൽ 7.5 to 6.5 എന്ന പോയിന്റ് നിലയിലാണ് ഡി ഗുഗേഷ് തറപറ്റിച്ചത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഡി ഗുഗേഷ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്